കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്ന് ശേഖരിച്ച് ശാസ്ത്രീയമായി നശിപ്പിക്കാനുള്ള പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. എൻ പ്രൗഡ് എന്ന പേരിൽ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് ഉപയോഗശൂന്യമായ മരുന്ന് ശേഖരിച്ചു തുടങ്ങി. ഒരു വർഷം 15,000 കോടിയുടെ മരുന്ന് വിൽപ്പനയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതിൽ 5 മുതൽ 8% വരെ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുന്നുവെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ 750 മുതൽ 1000 വരെ കോടി രൂപയുടെ മരുന്നുകൾ എവിടെയൊക്കെയോ അലക്ഷ്യമായി തള്ളുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വലിച്ചെറിയുന്ന ആന്റിബയോട്ടിക്കും മറ്റും മണ്ണിലും ജലസ്രോതസ്സുകളിലും അലിഞ്ഞു ചേരും. പിന്നീട് ഇത് മൃഗങ്ങളിലേക്കും മീനുകളിലേക്കും മനുഷ്യരിലേക്കും എത്തിച്ചേരും. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് പുറമെ ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനും വഴിയൊരുക്കുന്നു. എൻ പ്രൗഡ് പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിൽ നിന്നും ഉപയോഗിക്കാത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്ന് കൃത്യമായ ഇടവേളകളിൽ ശേഖരിക്കും. കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ലൈൻ കളക്ഷൻ കൊണ്ട് നമ്മൾ ഹോൾസെയിലേഴ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഏകദേശം 8 ടണ്ണോളം മരുന്ന് ഷോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് സ്റ്റേജ് 2 ആണ്. ഇതൊരു ടെമ്പററി കളക്ഷൻ സെൻ്ററാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഇവിടെ കൊണ്ടുവരാം. ഞങ്ങളത് റിസീവ് ചെയ്യും, റെസീറ്റ് കൊടുക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഫ്രീയാണ്. ഇനി തേർഡ് സ്റ്റേജ് ഞങ്ങൾ ബിന്നുകൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള 150ഓളം സ്ഥലങ്ങൾ ഞങ്ങളത് വെക്കുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് മാർച്ച് 1-നാണ് തുടങ്ങുന്നത്. ഓരോ വീട്ടിലും നമ്മളെ വോളണ്ടിയേഴ്സ് ഇതിനെ പറ്റിയിട്ടുള്ള ലഘുലേഖ കൊടുക്കും. ഗവൺമെൻറ്റിൻ്റെ താല്പര്യം എന്താണെന്ന് പറയും. കൂടാതെ അവിടെയുള്ള മരുന്നുകളും നമ്മൾ തിരിച്ചെടുക്കും. കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ 2018 തിരുവനന്തപുരത്ത് പ്രൗഡ് എന്ന പേരിൽ സമാന പദ്ധതി തുടങ്ങിയിരുന്നു. 21 ടൺ മരുന്നുകൾ സംഭരിച്ച് മംഗളൂരുവിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തു. കോവിഡിനെ തുടർന്ന് പ്രവർത്തനം നിലച്ച ഈ പദ്ധതിയാണ് പുതിയ രൂപത്തിൽ വീണ്ടും തുടങ്ങുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.